ഹലോ വെൽക്കം ബാക്ക്. ഞാനൊരു 2 ദിവസമായിട്ട് ചെയ്യുന്ന വിഷയത്തിനെതിരെ ഒരു ചൊറി പിടിച്ച ചൊറി തവള ഭീഷണിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറേ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അതിലൊരു കമൻറ്റ് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ചൊറി തവളയ്ക്ക് വീഡിയോയിൽ കൂടെ തന്നെ മറുപടി കൊടുക്കണം എന്ന് തോന്നിയത്. അതുപോലെ തന്നെ ഇവർ ഈ സനു എന്ന് പറയുന്ന യൂട്യൂബറെ കുറ്റം പറയുന്ന യൂട്യൂബറെ പറ്റിയിട്ട് പറയുന്ന ഒരു വോയിസും ഉണ്ട്. അവർക്കൊരു ചാനലൊക്കെ ഉണ്ട്, അതിലിട്ടേക്കുന്ന ഒരു വോയിസും ഉണ്ട്. അത് ആരുടെ കക്ഷിയാണ് ഇവരെന്നുള്ളത് അവരുടെ ചാനലിൽ പോയി നോക്കി അറിയാം. അല്ലാതെ സാധാരണ കേൾക്കുന്ന ഒരു ഓഡിയൻസോ അല്ലെങ്കിൽ ഇവരെ ജസ്റ്റ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോ ഒന്നും അല്ല. ഇതിനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയേക്കുന്ന ഈ കള്ള ഊടായ്പ പരിപാടിക്ക്, ഈ കള്ള ചാരിറ്റി തട്ടിപ്പിന് കൊടി പിടിക്കാനായിട്ട് കൂടെ ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വിഹിതം ഇവർക്കും കിട്ടുമായിരിക്കും. അതുകൊണ്ടാണല്ലോ ഇത്രയ്ക്ക് രോഷം കൊള്ളുന്നത്. അപ്പോൾ ഏതായാലും ആ കമൻറ്റ് ഞാനൊന്ന് വായിക്കാം. ഒന്നിതാണ്, ഞാനിവിടെ വെച്ചേക്കാം കേട്ടോ. ഒന്നിതാണ്, നീയാണോടി ബിയർ കൊടുക്കാൻ തനുവിൻ്റെ വീട്ടിൽ പോയത്? നാണമില്ലേടി കള്ളത്തരം. ആരെങ്കിലും പറയുന്നത് കേട്ട് അങ്ങ് തുള്ളിച്ചാടി വീഡിയോ ചെയ്യാൻ ആദ്യം പോയി നീ നന്നാവ്. നാണമില്ലേടി അല്ല, നീയാണോടി ബിയർ കൊടുക്കാൻ തനുവിൻ്റെ വീട്ടിൽ പോയത്? ഞാനല്ലടി ബിയർ കൊടുക്കാൻ തനുവിൻ്റെ വീട്ടിൽ പോയത്. ബിയർ അവൾ ഓട്ടോക്കാരനെ കൊണ്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണെന്ന് അവൾ തന്നെ പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഡാനി ഇന്നലെ ഇട്ട വീഡിയോ ചെന്ന് കാണ്, അതിൽ അവൾ തന്നെ പറയുന്നുണ്ട് ഓട്ടോക്കാരനെ വിളിച്ചിട്ട് ഓട്ടോക്കാരനെ കൊണ്ട് മേടിപ്പിച്ച് അവൾ തന്നെ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നതാണെന്ന് അവൾ തന്നെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ട്. ഞാൻ പോകണ്ടടി, ആരും പോകണ്ട വന്നില്ല. അത് മനസ്സിലായോ? അത് കണ്ടില്ലെങ്കിൽ അത് നീ ഒന്നും കൂടെ പോയി കാണ്. അവൾ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ ആരെങ്കിലും പറയുന്നത് കേട്ടങ്ങ് തുള്ളിച്ചാടി വീഡിയോ ചെയ്യാൻ ആദ്യം പോയി നീ നന്നാവ്. ആരെങ്കിലും പറയുന്ന കേട്ട് തുള്ളിച്ചാടി വീഡിയോ ചെയ്തതല്ലടി. ഇത് ഇത്രയും തെളിവുകൾ ഉണ്ടായതുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാ. നിനക്കൊക്കെ നല്ലതുപോലെ നോവുന്നത് എന്തിനാന്ന് എനിക്കറിയാം. ഈ തട്ടിപ്പിന്ന് ഒരു വിഹിതം കിട്ടുമല്ലോ. ഈ തട്ടിപ്പിന്ന് ഒരു വിഹിതം മേടിച്ചിട്ട് നിനക്കും കൊട്ടാരം പണിയാം എന്ന് കരുതിയിട്ടായിരിക്കും നീ ഇരിക്കുന്നത്. ഇതുകൊണ്ടാണ് നിനക്കൊക്കെ ഇത്രയും പൊള്ളുന്നത്. പിന്നെ ആദ്യം നീ പോയി നന്നാവാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് ഇത്രയും നന്നായാൽ മതി. എനിക്ക് ഇനിയും തടി വെക്കാനായിട്ട് താല്പര്യമില്ല. അഥവാ വെക്കണം എന്നുണ്ടെങ്കിലും ബിയർ കുടിച്ച് തടി വെപ്പിക്കാതെ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തെണ്ടി തടി വെപ്പിക്കാതെ ഞാൻ നന്നായിക്കോളാം കേട്ടോ. പിന്നെ ഇവിടെ അടുത്ത കമൻറ്റ്, നിന്റെ ചെവിക്കകത്ത് പിടിച്ചു വച്ചേക്കുക. സനു ചീത്ത പറയുന്ന നീ കേൾക്കുന്നില്ലേ? നീ വേറെ വല്ലതും ആണോടി ജീവിക്കുന്നത്? എന്തൊക്കെയോ സംതിങ് എന്തോ പ്രശ്നമുള്ള ആളാണെന്ന് തോന്നുന്നു. കാര്യം കറക്റ്റായിട്ടല്ല കുറിച്ചേക്കുന്നത്. പലതും വിട്ടു പോകുന്നുണ്ട്. എഴുതി വരുമ്പോഴാണെന്ന് തോന്നുന്നു പല കാര്യങ്ങളും മറന്നുപോയിട്ട് വേറെ എന്തൊക്കെയോ ആണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്റെ ചെവിക്കകത്ത് പിടിച്ചു വച്ചേക്കുവാന്നോ? സനു ചീത്ത പറയുന്നത് നീ കേൾക്കുന്നില്ലേന്ന്? കേൾക്കുന്നുണ്ട്. ചീത്ത പറയുന്നത് കേൾക്കുന്നുണ്ട്. നീ വേറെ ആരും ചീത്ത പറയുന്നത് കേൾക്കുന്നില്ല അല്ലേ? ആര് പറയുന്ന ചീത്തയ്ക്കാണ് ഇവർ മറുപടി പറയുന്നത് എന്ന് നീ കേൾക്കുന്നുണ്ടോ? നീ കേൾക്കുന്നില്ലെങ്കിൽ ആര് പറയുന്ന ചീത്തയ്ക്കാണ് നീ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം വലിയ ദേവൂട്ടിക്കൊരു വീടെന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു വീടിൻ്റെ പിക്ചറൊക്കെ വെച്ചിട്ട് തെണ്ടൽ നടത്തുന്നുണ്ടല്ലോ, ഈ ചാരിറ്റി നടത്തുന്നുണ്ടല്ലോ, ഈ ഊടായ്പ നടത്തുന്നുണ്ടല്ലോ. ഇതിന് കൊടി പിടിക്കുന്ന നേതൃത്വം വഹിക്കുന്ന വ്യക്തി വിളിക്കുന്ന ചീത്ത നീ കേൾക്കുന്നില്ല. അപ്പോൾ അങ്ങനെ ചീത്ത വിളിച്ചിട്ടാണെങ്കിലും നിൻ്റെയൊക്കെ കാര്യം നടന്നാൽ മതിയല്ലേ? അഥവാ നിന്റെ ചെവി പൊട്ടിപ്പോയി, അല്ലെങ്കിൽ നീ അവർ വിളിക്കുന്ന ചീത്ത കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ സമീറയുടെ ചാനലിൽ സമീറ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാര്യം ഈ വ്യക്തി തെറി പറഞ്ഞിട്ട് അത് മുക്കും. അതിന് ബദലായിട്ട് അതിന് മറുപടിയാണ് ഈ സനു കൊടുക്കുക. അത് നിനക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ പിൻ ചെയ്തേക്കാം, എൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം. നീ അതൊന്ന് കാണ്. ദയവ് ചെയ്ത് വേറെ ആരും ഹെഡ്ഫോൺ വെക്കാതെ ആ വീഡിയോ കാണരുത്, ആ ലിങ്ക് ഓപ്പൺ ചെയ്യരുത്. നമുക്കൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് കാണരുത്. ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇവള് ഈ കമൻറ്റിലായിക്കോട്ടെ വീഡിയോയിലായിക്കോട്ടെ ഒക്കെ ഇവള് മെൻഷൻ ചെയ്യുന്നത് ഈ പറയുന്ന ഒരു വ്യക്തി, സനു എന്ന് പറയുന്ന വ്യക്തി തെറി വിളിക്കുന്നു. അപ്പോൾ അതിലും വലിയ തെറിവിളിക്കാരാണ് ഇവള്. തെറിവിളിക്കാരിയാണ്. അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഒരു തെറിയും വിളിക്കാതെ ഞാൻ സംസാരിച്ചതിൻ്റെ അടിയിൽ വന്നിട്ട് എന്നെ മൈന്ന് വിളിക്കുന്ന ഇവളാണ് പറയുന്നത് സനു തെറി വിളിക്കുന്നു എന്ന്. ഒരാൾ തെറി വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിമർശിക്കണമെങ്കിൽ ആദ്യം ഈ വിമർശിക്കുന്ന വ്യക്തി നന്നായിരിക്കണം അല്ലേ? അപ്പം നിനക്ക് തെറി വിളിക്കാം, നിന്റെ കൂടെയുള്ള നിന്റെ ഈ ഗാങ്ങിലുള്ള ആളുകൾക്ക് തെറി വിളിക്കാം. ഇവിടെ തനുജ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കുടിയിരുത്തിയേക്കാണ് ഇതിനൊക്കെ നേതൃത്വം വഹിക്കാനായിട്ട്. അവളെ കാണിച്ച് മുതലക്കണ്ണീര് കാണിച്ച് പൈസ മേടിക്കാനായിട്ട് എല്ലാത്തിനും കൊണ്ടുപോയി കുടിയിരുത്തിയേക്കാണ്. അതിൻ്റെ ബാക്കിൽ ഇതേപോലെ ഒരു കൂട്ടം ആളുകൾ പ്രവർത്തിക്കുകയാണ്. തട്ടിപ്പും വെട്ടിപ്പും തന്നെയാണ് ഇവരുടെയൊക്കെ ഉദ്ദേശം. ഇപ്പം ഹൈറിച്ചിൻ്റെ കാര്യം എന്നോട് കുറേ പേര് വന്ന് ഇതിൽ ചേരാനും അല്ലെങ്കിൽ ആളുകളെ ചേർപ്പിക്കാനും ഒക്കെ റിക്വസ്റ്റ് ചെയ്തതാണ്. നമ്മൾ അറിയുന്ന 2 പേരോടെങ്കിലും ഒന്ന് പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞതാണ്.
എനിക്കറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞു നോക്കി ഇത് തട്ടിപ്പാണ്. നിങ്ങൾക്കറിയാവുന്ന ഒരു ബേസിക് നോളജ് അല്ലെങ്കിൽ ഒരു കോമൺ സെൻസ് വെച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് എങ്ങനെ സാധ്യമാകും? ഇത്രയധികം പേർക്ക് നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഈ ഒരു ക്യാഷ് ദിവസവും എല്ലാ മാസവും തന്നുകൊണ്ടിരിക്കാൻ എങ്ങനെ ഇവർക്ക് പറ്റും? അതങ്ങനെ തരണമെങ്കിൽ തന്നെ ഇതിപ്പോൾ ഒരു ചെയിൻ ശൃംഖല പോലെ എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ ഇങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്ന് റോൾ ചെയ്ത് പുതിയ ആളുകൾ അതേപോലെ വന്നുകൊണ്ടിരിക്കണം. എവിടെയെങ്കിലും ഒരു ചെറിയ പാളിച്ച വന്നാൽ ആദ്യത്തെ ആളുകൾക്ക് കുറേ ആളുകൾക്ക് കിട്ടും. പിന്നെ ബാക്കിലേക്ക് കിടക്കുന്ന ആളുകൾക്ക് എന്തായാലും മുടക്കുമുതലും ഒന്നും കിട്ടാൻ പോകുന്നില്ല. കയ്യിലുള്ള ക്യാഷ് മുഴുവൻ പോകുമെന്ന് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞതാണ്. പറയുന്നവരൊന്നും കേട്ടില്ല. ഞാൻ പറയുമ്പോൾ ഓക്കെ സമ്മതിക്കും. പിന്നെയും ഇവരുടെ ഈ ബ്രെയിൻ വാഷ് കൊണ്ട് ഇവർ ക്യാൻവാസ് ചെയ്യുന്നത് കണ്ടിട്ട് അതിലേക്ക് അടിമപ്പെട്ടു പോകും. ഇപ്പം തല തല്ലി കരഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഒരുപാട് പൈസകൾ നിക്ഷേപിച്ച ആളുകളെ എനിക്കറിയാം. ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയ തട്ടിപ്പിന് ഇരയാകുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണുന്നതാണ്. ഇതിൽ കുറേ പേര് വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ കുട്ടികൾ കഞ്ചാവ് വിൽക്കുന്നു, അല്ലെങ്കിൽ ലഹരി മരുന്ന് ഉപയോഗം നടത്തുന്നു, ഇതിനെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്യൂ, അല്ലെങ്കിൽ വേറെ എന്തെല്ലാം പരിപാടി നടക്കുന്നു, ഇതിനെയൊക്കെ പറ്റിയിട്ട് വീഡിയോ ചെയ്യൂ, എന്തിനാണ് ഇതിനെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുന്നത്? അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെന്ന്. അപ്പോൾ ഈ കഞ്ചാവ് വിൽക്കുന്നവരൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ, എന്തിനാ നോക്കുന്നത്? കഞ്ചാവ് വിൽക്കുന്നവരും ജീവിക്കാനല്ലേ, ജീവിച്ചു പോട്ടെന്നേ. ലഹരി വിൽക്കുന്നവരും ജീവിക്കാനല്ലേ, ജീവിച്ചു പോട്ടെന്നേ. അതുപോലെ തന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ്, വലിയൊരു പ്രശ്നമാണ്, പബ്ലിക്കിനെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതുപോലത്തെ ചാരിറ്റി തട്ടിപ്പ്. വീഡിയോയ്ക്ക് മുമ്പിൽ വന്നിരുന്ന് കരഞ്ഞ് കാണിച്ച് ദിനം പ്രതി മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് മേടിച്ചിട്ട് ജീവിക്കുന്ന ഇതേപോലെയുള്ള ഊടായ്പകൾ ഈ കഞ്ചാവിനെയും ലഹരിയെയും ഒക്കെ പോലെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ദൂഷ്യമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണെന്നറിയോ? എൻ്റെ ഫോൺ നമ്പറൊക്കെ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ചില ആളുകളെങ്കിലും ചില കാര്യങ്ങൾ വേറെ വീഡിയോയ്ക്ക് താഴെയൊക്കെ വന്നിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അപ്പോൾ ഇന്നലെ അങ്ങനെ എൻ്റെ ഒരു പഴയ വീഡിയോയ്ക്ക് താഴെ വന്നിട്ട് ഒരാൾ കമൻറ്റ് ഇട്ടേക്കാണ്, ഞാനിത് പറയുന്നത് വരെ, എൻ്റെ ഈ വീഡിയോ കാണുന്നത് വരെ അവർ ഫസ്റ്റ് കാണുന്നത് തനുജയുടെ ആ ഗുളിക കഴിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, ആത്മഹത്യാ ഭീഷണി കാണിച്ചിട്ട് കടലപ്പരിപ്പ് കഴിക്കുന്ന വീഡിയോ ഉണ്ടല്ലോ, അതാണ് കാണുന്നത്. അത് കണ്ടതേ ചങ്ക് തകർന്നു പോയി എന്ന് പറയുന്നു. അപ്പോൾ ഇവർ കരുതി വെച്ചേക്കുന്നത് ഇവർക്കെന്തോ വലിയ ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്, അപ്പോൾ വീടില്ലാത്തത് കൊണ്ട് ഇവർ ആത്മഹത്യ ചെയ്യാൻ പോകുവാണ്, ഒരു കുഞ്ഞിനെയും കൊണ്ട് പോകാനോ ഇടവില്ല, ഇവർക്ക് നടക്കാൻ പറ്റത്തില്ലെന്നാണ് അവർ കരുതി വെച്ചിരിക്കുന്നത്. എപ്പോൾ നോക്കുമ്പോഴും ഇവർ കാണുന്നത് അവർ ഇരിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് നടക്കാൻ പറ്റാത്തൊരു സ്ത്രീയാണ് എന്ന് കരുതിയിട്ട് ഇവരെന്തോ വീട്ടുജോലിക്ക് പാർട്ട് ടൈം ആയിട്ടെന്നാണ് പറഞ്ഞത്. 3-4 വീട്ടിൽ പോകുത്ര ഒരു ദിവസം. അപ്പോൾ അങ്ങനെ വീട്ടുജോലിക്ക് പോകുന്ന സ്ത്രീയാണ്. 2 മക്കളുണ്ട്. ആണോ പെണ്ണോ എനിക്കറിയില്ല, അത് കറക്റ്റ് പറഞ്ഞിട്ടില്ല. ഹസ്ബൻഡില്ല, ഉപേക്ഷിച്ച് പോയതാണ്, വാടക വീട്ടിലാണ് 10 വർഷമായിട്ട് കഴിയുന്നത്. ഇവർക്കൊരു ഫ്രിഡ്ജ് ഉണ്ട് അത്രേ, അതിൻ്റെ ഡോറ് തുറക്കുമ്പോൾ ഇളകി വരുന്നു, പിന്നെ എന്തൊക്കെയോ പ്രശ്നമാണ്, ചിലപ്പോൾ ഓണാകും ചിലപ്പോൾ ഓണാകില്ല, അതിൽ മുഴുവൻ ഐസ് കെട്ടുന്നു, അങ്ങനെ ഡോറ് എന്തൊക്കെയോ വെച്ചിട്ട് കെട്ടി വെച്ചിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ളൊരു ഫ്രിഡ്ജ് ഇവർ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് ഒരു ചിട്ടി ചേർന്നിട്ടുണ്ടായിരുന്നു. ആ ചിട്ടി പിടിച്ചിട്ട് ഇത് മാറി മേടിക്കാം എന്ന് കരുതി വെച്ചിരുന്ന പൈസ ആ ചിട്ടി കിട്ടി. അത് ഒന്നും വേണ്ട, ഞാൻ ആ ഫ്രിഡ്ജ് അങ്ങനെ ഉപയോഗിച്ചോളാം, ഈ പാവപ്പെട്ട സ്ത്രീക്ക് ആ പൈസ കൊടുത്തേക്കാം എന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചേക്കുമായിരുന്നെന്ന് എൻ്റെ ഈ വീഡിയോ കാണുന്നത് വരെ. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോഴാണ് അത്രേ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പാവത്തിനെ എങ്കിലും രക്ഷിക്കാൻ പറ്റിയ എനിക്ക് സമാധാനമായി എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇവിടെ ഞാൻ സന്തുഷ്ടയാണ്. പാവം പിടിച്ച ആ സ്ത്രീ വീട്ടുവേല ചെയ്ത് 3-4, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട്, എന്നിട്ട് പറഞ്ഞു പേടിച്ചിട്ടാണ് അന്തങ്ങൾ തെറി വിളിക്കും. അത് ഭയങ്കര വല്ലാത്തൊരു പാവമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പുതിയ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടാത്തത്. ഇതിപ്പോൾ തന്നെ ഒന്ന് ഡിലേറ്റും ചെയ്ത് കളഞ്ഞേക്കണേ, വേറെ ആരുമില്ല, തെറി വിളിച്ചാൽ അതിന് സഹിക്കാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ല, വായിച്ചിട്ട് അത് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞേക്കാൻ പറഞ്ഞു. അപ്പോൾ അത് എത്ര പേടിച്ചിട്ടാണ്. അപ്പോൾ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ത്രീ ഒരു ഫ്രിഡ്ജ് വാങ്ങിക്കാൻ വെച്ചേക്കുന്ന പൈസ ഈ പരമ ദൂർത്തിന് വേണ്ടിയിട്ട്, ഇതേപോലെയുള്ള ഒരു ഊടായ്പ ബിസിനസ്സിന് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് എടുത്തു വെച്ചേക്കുന്നു എന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയധികം പാവപ്പെട്ടവർ. അതോ ബീർ കൊടുത്ത്, എൻ്റെ ഈ വീഡിയോ കണ്ടപ്പോഴാണ് ബീർ കൊടുത്ത് മകളെ വളർത്തുന്ന കഥ. അപ്പോൾ ബീർ പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം പോലും ആ സ്ത്രീക്ക് നല്ലതുപോലെ 3 മക്കൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ ദാരിദ്ര്യപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. മനസ്സിലായില്ലേ? അവിടെ ആ ഒരു സ്ത്രീ, ഇതുപോലെ എത്ര പേര് കാണും പറയാത്തവർ. അപ്പോൾ ഇവിടെ സർവത്ര ദൂർത്തും കാണിച്ചിട്ട് ഇങ്ങനെ ബീറും മേടിച്ചു കൊടുത്ത് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഊബറിൽ മാത്രമേ പോകുള്ളൂ, 15,000 രൂപയുടെ വാടക വീട്ടിലേക്ക് കിടക്കുകയുള്ളൂ, കുറഞ്ഞതിലൊന്നും കിടക്കില്ല. അതേപോലെ ദൂർത്ത് കാണിക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ഇത്രയധികം സോഷ്യൽ മീഡിയ, ഇത്രയധികം യൂട്യൂബ് വരുമാനമുള്ള ഇത്രയധികം ആളുകൾ ഇപ്പം തന്നെ കണ്ടില്ലേ സൂപ്പർ ചാറ്റ് വഴിയിട്ട്, അത് ബാക്കിയുള്ളവരെ കാണിക്കാനായിട്ട് ഞങ്ങൾ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്
ചെയ്യുന്നതാണ്. ഇപ്പം തന്നെ ഇതിൻ്റെ അന്തങ്ങൾ പറയുന്നുണ്ട്, ഞങ്ങൾ കൊടുക്കുന്നിട്ട് വാശിക്ക് കൊടുക്കുന്നുണ്ട്. കൊടുക്കണം, നീയൊക്കെ തന്നെ വാശിക്ക് കൊടുക്കണം. അതിൻ്റെ ഉള്ളിൽ ഞാൻ ലക്ഷ്യം വെച്ചാൽ ഞാൻ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച ആ കാര്യം നടക്കുന്നുണ്ട്. പാവങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. നീയൊക്കെ തന്നെ ലാസ്റ്റ് കൊടുക്കണം. നിൻ്റെയൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ 50,000 വെച്ചിട്ട് ഇടുക, അപ്പോൾ ഒരു നിസ്സാരം കുറച്ച് അന്തങ്ങൾ മതിയാകും. എല്ലാം കൂടി ഒരു വീട് വെച്ച് കൊടുക്കാൻ പറ്റും. അതിൻ്റെ ഇടയിൽ നിന്ന് ഈ പാവങ്ങൾ രക്ഷപ്പെടുമല്ലോ, അത് മാത്രം മതി എനിക്ക്. അപ്പം ഞാൻ ഉദ്ദേശിച്ച എന്താണോ അത് നടക്കുന്നുണ്ട്. പാവങ്ങൾ രക്ഷപ്പെടുന്നുണ്ട്. ഇന്നലെ ഒരുപാട് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞാൻ കിടന്നുറങ്ങി. കാര്യം ആ പാവപ്പെട്ട സ്ത്രീയുടെ ഫ്രിഡ്ജ് മേടിക്കാൻ വെച്ചേക്കുന്ന ആ പൈസ പോയില്ലല്ലോ എന്തായാലും. അപ്പം അങ്ങനെ ഇതുപോലെ ഒരുപാട് പാവങ്ങൾ രക്ഷപ്പെടട്ടെ, സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് രക്ഷപ്പെടട്ടെ. അപ്പം അത് ഇനി ഇവരുടെ അടുത്ത കമൻറ്റ് നോക്കാം. ഓ അങ്ങനാണെങ്കിൽ നീ സനൂനെ ചീത്ത വിളിക്കടി, നീ ആരാടി, എവിടുന്നാ? സനുവിനെ ചീത്ത വിളിക്കേണ്ട കാര്യം എനിക്കില്ലടി, അല്ലെങ്കിലും ആരെയും ചീത്ത വിളിക്കേണ്ട കാര്യം എനിക്കില്ലടി. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഞാൻ ഇന്നലെയും പറഞ്ഞില്ലേ, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ ഞാൻ പറയും. ചീത്ത വിളി അത് നിൻ്റെയൊക്കെ കുത്തകയല്ലേ. പിന്നെ സനു ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ മേടിച്ച് കെട്ടി എടുത്ത് വെച്ചുകൊണ്ട് പോയി ഇരുന്നോ. നിനക്കൊക്കെ അർഹതപ്പെട്ടതാണ് കിട്ടുന്നത് അതേപോലെ പാഴ്സലായിട്ട് കൊണ്ടുപോയി അലമാരിക്കകത്ത് കൊണ്ടുപോയി പൂട്ടി വെച്ചോ. നീ ചീത്ത വിളിക്കത്തില്ലല്ലോ അല്ലേ. നിൻ്റെ അടുത്ത കമൻറ്റ്, നിന്റെ കയ്യിലല്ലല്ലോ ഒന്നും കൊടുക്കുന്നത്, വെച്ചിട്ട് പോടി മൈ. ഇതാണ് ഇവളുടെ അടുത്ത കമൻറ്റ്. വെച്ചിട്ട് പോടി മൈ. അതൊന്ന് പൂരിപ്പിക്കുക നീ. അപ്പോൾ അത് ചീത്തയല്ലേ? നിന്നെ ഞാൻ തെറി വിളിച്ചിട്ടാണോ ചീത്ത വിളിച്ചിട്ടാണോ നീ എന്നെ ചീത്ത വിളിച്ചത്? ചീത്ത വിളിക്കാത്ത വാൽമാക്രി, നിന്നെ ഞാൻ തെറി വിളിച്ചിട്ടാണോ ചീത്ത വിളിച്ചിട്ടാണോ? അപ്പം നിനക്കൊക്കെ എന്തും ഏതും ചെയ്യാല്ലേ. ഇനിയും നിൻ്റെയൊക്കെ ലീഡർ ഉണ്ടല്ലോ ഈ പിരിവിന് വേണ്ടിയിട്ട്, ദേവൂട്ടിക്കൊരു വീട്, ആ വീടിൻ്റെ പിക്ചർ ഇവരുടെ സങ്കല്പത്തിലുള്ള ആ വീട് ഇതിലും ഒട്ടും കുറയില്ല, കൂടത്തേ ഉള്ളെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ പിക്ചർ ഞാനിവിടെ കൊടുക്കാം. ഇതാണ് ദേവൂട്ടിക്കൊരു വീട് പദ്ധതി. അതിൻ്റെ മുറ്റത്തൊരു കാറ് കിടക്കുന്നുണ്ട്. കാറ് പക്ഷേ വലിപ്പം കുറച്ചും കൂടെ വേണം. അവരുടെ ഒരു സങ്കല്പത്തിനനുസരിച്ചെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറിയിരിക്കുമ്പോൾ ശ്വാസം മുട്ടാണല്ലോ ഇപ്പം മെയിൻ ഹൈലൈറ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കയറിയിരുന്ന് മുട്ടിക്കാണിക്കും. അതിലും ഏതൊരു ഡിഫൻഡറൊക്കെ മേടിച്ചു കൊടുക്ക്. അപ്പോൾ പിന്നെ ആ മുട്ടൊന്ന് കുറച്ച് കുറയും. പിന്നെ വീട് മേളിലൊരു നില എന്തായാലും വേണം. ഇത് പോരാ, മേളിലൊരു റൂം വേണം. കാര്യം ഇവക്ക് മേളിൽ പോയി ശ്വാസം മുട്ടണം. ഇപ്പം മേളിൽ പോയി ശ്വാസം മുട്ടാണ് പുതിയ ഹൈലൈറ്റ്. മേളിൽ പോകുന്നു, ചാടിക്കയറി പോകുന്നു, അവിടെ ഇരുന്ന് ശ്വാസം മുട്ടുന്നു. താഴെ ഇരിക്കുന്നു, അവിടെ ഇരുന്ന് ശ്വാസം മുട്ടുന്നു. കൊച്ചിനെ അടുത്ത് പിടിച്ചു കടത്തിക്കൊണ്ട് ശ്വാസം മുട്ടുന്നു. ഇതൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഹൈലൈറ്റ് അഭിനയം എന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ, സ്ക്രിപ്റ്റൊക്കെ വേറെ പുറത്തുനിന്നുള്ള ആളുകളായിരിക്കാം. ഇപ്പം കാട്ടിക്കൂട്ടുന്നതെല്ലാം ഇതാണ്. ഇതിനിടയ്ക്ക് ഈ സനൂൻ അഗെയിൻസ്റ്റ് ഈ ലേഡിയുടെ ചാനലിൽ ഒരു ഓഡിയോ മാത്രമേ ഉള്ളൂ, ഒരു സേഫ്റ്റി പിന്നിൻ്റെ പടവും കാണിച്ചിട്ട് ഒരു ഓഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഞാനൊന്ന് കേൾപ്പിക്കാം. ഹലോ നമസ്കാരം, ഞാൻ യൂട്യൂബറായ തനുജയ്ക്ക് വേണ്ടി ഈ വീഡിയോ ചെയ്യുന്നത്. ഈ എല്ലാ ബ്ലോഗർമാരും ഈ വീഡിയോ കാണുവാണെങ്കിൽ തനുജായി ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ആ കുഞ്ഞിന് വേണ്ടിയോ, ഒരു വീട്ടിന് വേണ്ടി, വേറൊന്നുമല്ല, ഒരു വീട്. എല്ലാവരും ഇതിനു വേണ്ടി കൈ കൊടുക്കണം. ബാക്കിയുള്ള ചില ഫ്രോഡ് ബ്ലോഗർമാർ വീഡിയോ ചെയ്യുമ്പം അതിന് കയറി സപ്പോർട്ട് ചെയ്യരുത്. എന്ന് പറഞ്ഞാൽ അവർക്കറിയാം ഇവർക്ക് 1,00,000 പേരാവാൻ പോകുന്നത്. അതിനുള്ള പണിയാണ് ഈ സനു എന്ന് പറയുന്ന വ്യക്തി നടത്തുന്നത്. സനുവും ഷെമീറായി. ഈ സനു എന്ന് പറയുന്ന വ്യക്തി ആ കുഞ്ഞിനെ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പറയുന്നത്. തനു എന്തെങ്കിലും വീഡിയോയ്ക്കകത്ത് ഒരു ചീത്ത പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സനു പറയുന്ന അപരാധങ്ങൾക്കേ കൈയില്ലാത്തവരും കൈ പണിഞ്ഞടിക്കും. പക്ഷേ എൻ്റെ നാട്ടിൽ വല്ലതും ആയിരുന്നെങ്കിൽ അവളെ ചെവുക്കണ്ണെ നോക്കി അടിച്ചിട്ട് അവളെ കമത്തിയിട്ട് ഇടിച്ചേനെ. അത്രയ്ക്കും ദേഷ്യമുണ്ട്. ആ കുഞ്ഞൊരു മന്ദബുദ്ധി കുഞ്ഞുങ്ങളെ കണക്കാണ് തനുവിൻ്റെ മോള്. ആ കുഞ്ഞിനെ വേണ്ടി എന്തൊക്കെ വെച്ചാൽ, ഒരു വിജിരാജിനെ വെച്ച് അവനിക്ക് കെട്ടിച്ചു കൊടുക്കുന്നു 18 വയസ്സാണ്. ഇവിടെ മോളെ അന്നേരം ഇവിടെ കെട്ടിച്ചു കൊടുക്കുമോ 18 വയസ്സാകുമ്പോൾ? കണ്ട ഏതെങ്കിലും ആണെങ്കിൽ ഇവിടെ കട്ടിൽ മേടിച്ചില്ലേ വിഷ്ണുവിൻ്റെ കയ്യിൽ നിന്ന്? പിന്നെ സെവാൻ്റെ കൂടെ 500 രൂപയ്ക്ക് പോയില്ലേടി നീ എന്തിനാണ് ഈ പാവം പിടിച്ച തനുവിനെ ഇതൊക്കെ പറയേണ്ട കാര്യം? എടി കള്ളി സനുവേ, ഒരു സെമീറ നാണോ മാനോ ഇല്ലേ? പിന്നെ വേറൊരുത്തിയുണ്ട്, അവൾ പണം കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. ഇതല്ല നമ്മൾ പറയാതെ കാണുന്നവർക്കൊരു മര്യാദയില്ലേ? ഈ സനു എന്ന് പറയുന്നത് റിപ്പോർട്ട് അടിക്കണം. അല്ലെങ്കിൽ ഇവിടെ യൂട്യൂബർമാർക്ക് തന്നെ ഇവിടെ ഒരു ശല്യമാണ്, പൊതുശല്യമാണ്. ഈ കാണുന്ന സേഫ്റ്റി പിന്നിനേക്കായി വിലയില്ലാത്തൊരു സ്ത്രീയാണ്. അവൾ എന്തൊക്കെ ഇരുന്ന ചീത്തകൾ പറയുന്നത്. ഒരു മനുഷ്യൻ കുഞ്ഞുങ്ങളെ കൊണ്ട് അവളുടെ വീഡിയോ കാണാൻ പറ്റത്തില്ല. എന്താ അവൾ ലോക ഉടായ്പാണ്. അവൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു പുച്ഛമാണ് അവളോട്. ഇവളുടെ വായിക്കാത്ത കരിങ്കുഷ്ടം വരും ഇവൾ ഈ ആക്ഷേപങ്ങൾ പറയുന്നത് കൊണ്ട്. ഇവളെ അങ്ങ് അത്രയ്ക്ക് ദേഷ്യമുണ്ട് മനുഷ്യർക്ക്. ഇവളെ കൈ കിട്ടിയാൽ അതേപോലെ ഇവളെ പെരുമാറും. ഇവൾ പാറശാലയിൽ കിടക്കുന്നവളാണെന്ന് പറയുന്നല്ലോ. ഏത് പാറശാല? പാണ്ടിച്ചേക്ക് പോലും ഇതിനേക്കായി വിലയുണ്ട്. ഇവൾക്ക് ആ വിലയില്ല. ഇവൾ തെരുവിൽ നടക്കുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ, അവർക്കും വിലയുണ്ട്. പക്ഷേ അവരേക്കായി കഷ്ടം പിടിച്ചൊരുത്തിയാണ്. ഇവളുടെ മോളുടെ സ്കൂളിൽ ടീച്ചർമാർ ഈ വീഡിയോ കാണണം എന്ന് പറഞ്ഞാൽ കണ്ടാലേ ആ കുഞ്ഞിന് നാണക്കേട് വരുമ്പോൾ ഇവൾ അനുഭവിക്കുക. അതിൻ്റെ വേദന എന്താണ് മറ്റൊരു കുഞ്ഞുങ്ങളെ പറയുന്നത്. ഒരു ഫിഡോ ചേച്ചി എന്താ 5 മക്കളെ പട്ടിക്കുണ്ടാക്കിയത്. റബ്ബ് കൊടുക്കുന്നതാ. ഒരു ആൺ പെണ്ണും ഉണ്ടെങ്കിലേ മക്കളാവത്തുള്ളൂ. എന്നാലും റബ്ബ് വിചാരിക്കണം. നിനക്ക് അതിനുള്ള വിധിയില്ലല്ലോ. നിനക്ക് ഒരു മോളല്ലേ ഉള്ളൂ. നീ ആ കുഞ്ഞുങ്ങളെ പറഞ്ഞത് നിന്നെ പറയുന്നത് വേറെ ആൾക്കാരുണ്ട്. നീ പട്ടിക്കായിരിക്കും ഉണ്ടാക്കി, നീ മരപ്പട്ടിക്കായിരിക്കും ഉണ്ടാക്കി. കേട്ടില്ലേ? ഇതിലും ഇവള് പറയുന്നത് മുഴുവൻ ഈ
ഊടായ്പ പരിപാടിക്ക്, ഈ തട്ടിപ്പ് പരിപാടിയിലേക്ക് കൈയച്ചു സഹായിക്കൂ, പണമിടൂ എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൽ സനു ചീത്ത വിളിക്കുന്നത്, വേണ്ടാത്ത അസഭ്യം. ഇവൾ അറിഞ്ഞിട്ടാണോ ഇതെല്ലാ കാര്യങ്ങളും പറയുന്നത്? പിന്നെ ഏതും പോരാതെ ഈ പെൺകുട്ടിയെ പറ്റിയിട്ട് ഇവൾ പറയുന്ന ഒരു വാക്കുണ്ട്, മന്ദബുദ്ധി പോലെയാണെന്ന്. എത്ര നികൃഷ്ട ജീവിയായിട്ടാണ് അങ്ങനെ ഒരു സംസാരം ഇവളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് ഇവളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം സ്വന്തം അമ്മ ലോകത്തുള്ള ചാനൽ വഴി മുഴുവൻ കൊണ്ട് നടന്നിട്ട് സ്വന്തം മോളെ കൂടെ നിർത്തിയിട്ട് പറയുന്നതാണ് ഇതിന് 10 പൈസ കുറവാണെന്ന്. സ്വന്തം അമ്മ പറയുന്ന വാക്കാ. അപ്പോൾ സ്വന്തം അമ്മ ഒരു കുട്ടിയെ മറ്റുള്ളവരുടെ മുമ്പിലിരുത്തി അങ്ങനെ പറയുമ്പോൾ പൊതുജനം പറയുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെയും ഈ റിയാക്ട് ചെയ്യുന്നവർ, ഇതിനെതിരെ സംസാരിക്കുന്നവർ തന്നെയാണ് ഇങ്ങനൊന്നും വിളിച്ചു പറയാതിരിക്കുന്നത്. അവരത്രയും ആത്മാർത്ഥമായിട്ട് സംസാരിക്കുന്നത്. ഇവളുമാർക്കൊന്നും അതില്ല. അല്ലെങ്കിൽ ഈ സ്ത്രീ വിളിച്ചു പറഞ്ഞ വാക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ കുട്ടി മന്ദബുദ്ധിയെ പോലെയാണെന്ന്. ഇവക്കത് പറയാൻ എങ്ങനെ ഇവളുടെ നാവ് പൊങ്ങിയത്? അപ്പോൾ ഇവക്കുള്ളത് യഥാർത്ഥ സ്നേഹമാണോ? ഇവളൊരു മനുഷ്യ സ്ത്രീയാണോ? അതിനൊരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ചെറിയൊരു സംസാരിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ട് ആ കുട്ടിക്ക്. അപ്പോൾ അത് സ്പീച്ച് തെറാപ്പിയോ എന്തെങ്കിലും ചെയ്താലും മാറി കിട്ടാവുന്ന കാര്യമുള്ളൂ. അല്ലാതെ ആ കുട്ടിക്ക് ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ പഠിക്കുമ്പോഴൊക്കെ അതിന് പ്രശ്നമാണ്, പഠിക്കാൻ ഓർമ്മ കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നു. അത് ചില കുട്ടികൾക്കൊക്കെ ഉള്ളതല്ലേ അങ്ങനെ. അതേപോലെ തന്നെ അതിന് നന്നായിട്ട് ഡാൻസ് കളിക്കാനറിയാം, എല്ലാ കാര്യങ്ങളും ചെയ്യാനറിയാം. പിന്നെ എന്താണ് അതിന് പ്രശ്നം? ഇത് പറഞ്ഞുണ്ടാക്കുകയാണ്. ഇടയ്ക്കാലേടി പറയുന്നുണ്ടായിരുന്നു, ആ കുഞ്ഞിനെ വന്നു നോക്കുന്നവർക്കേ അറിയൂ, ഇപ്പം കരയും ഇപ്പം ചിരിക്കും. എല്ലാ മനുഷ്യരും അങ്ങനെയാ, കരച്ചിൽ വരുമ്പോൾ കരയും, ചിരി വരുമ്പോൾ ചിരിക്കും. പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ പോരായ്മകൾ അവനവൻ്റെ കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിലും സ്വന്തം അമ്മമാർ എല്ലായിടത്തും പറഞ്ഞു പാടി നടക്കില്ല. അത് ആ കുഞ്ഞുങ്ങൾക്ക് തന്നെ ദൂഷ്യമാണ്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു കുഞ്ഞിനെ വയ്യെങ്കിലും മാത്രമാണ് പബ്ലിക്കിൽ കൊണ്ടുവന്നിട്ട് ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്ന് അവരുടെ ആ നിസ്സഹായ അവസ്ഥയെ മാത്രമേ പറയുള്ളൂ. ഇത് ഇവറ്റകൾ ഒരു അലങ്കാരം പോലെ ഇത് പറഞ്ഞുകൊണ്ട് നടക്കാണ്, ഈ കുഞ്ഞിന് വയ്യ ഇതിന് വയ്യാത്തതാണ് എന്നുള്ളത്. ഇങ്ങനെ ചെറിയൊരു വിഷമം പോലും തട്ടാൻ പറ്റാത്ത കുഞ്ഞാണ് ഇത് എന്ന് ഇവർ പറയുന്നു. അതിൻ്റെ മുമ്പിലാണ് ഇവള് അമ്മ എന്താ ചെയ്തത്, ഗുളിക കഴിച്ചു, ആത്മഹത്യ ചെയ്യാൻ ഗുളിക കഴിക്കുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഗുളിക കുടിച്ചു, അത്രയേ ഉള്ളൂ എന്ന് പറയുന്ന അതിൻ്റെ മുമ്പിലാണ്. അതേപോലെ ഓരോ കാര്യങ്ങളും ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഈ നാടകം മുഴുവൻ ഈ സ്ത്രീ കളിക്കുന്നത്. അപ്പോൾ അതിന് മാനസിക പ്രശ്നമൊന്നും ഉണ്ടാവില്ലേ? ചാകും എന്നും പറഞ്ഞുകൊണ്ട് ഓരോ നാടകങ്ങളും കളിക്കുന്ന ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. അതേപോലെ തന്നെ ശ്വാസമുട്ട് നാടകം കാണിക്കുന്നതും ഈ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ്. ശ്വാസമുട്ടൊക്കെ ഉണ്ടാവുമായിരിക്കാം, ചിലപ്പോൾ ശരിയായിരിക്കും. അതിനൊന്ന് അനങ്ങണം, അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നടക്കുകയോ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്യണം. ഈ പറയുന്ന ആർക്കാണെങ്കിലും അല്ലെങ്കിൽ ഇതേപോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. ഇത് പിന്നെയും നീയൊക്കെ എന്നെ ചീത്ത പറഞ്ഞുകൊണ്ടോ, നിനക്കെന്താന്ന്. ഇതൊരു സോഷ്യൽ അവയർനെസ് ആണ്. ഇത് എൻ്റെ കടമയാണ്. എനിക്കിത് സംസാരിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഞാൻ ഇതിനെതിരെ ഇന്നലത്തെ ആ ഒരു സ്ത്രീയില്ലേ, അതെൻ്റെ മനസ്സ് നിറഞ്ഞു, എനിക്ക് ഒരുപാട് സന്തോഷമായി. അതുപോലെ ഒരു സ്ത്രീയും കൂടെയെങ്കിലും അല്ലെങ്കിൽ ഒരാളും കൂടെയെങ്കിലും രക്ഷപ്പെട്ടാൽ അത്രയും സന്തോഷമാണ് എനിക്ക്. ഈ തട്ടിപ്പിൽ നിന്ന്, ഈ വലിയ തട്ടിപ്പിൽ നിന്ന്, ഇവർ നടത്തുന്ന എത്രയോ വലിയ തട്ടിപ്പാണെന്ന് ഇപ്പോൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന സ്ത്രീ തട്ടിപ്പ് നടത്തുന്ന തട്ടിപ്പിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾ പറയുന്നുണ്ട്. അതുപോലെ വേറൊരു കുട്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇവരെ ഈ സ്ത്രീ നടത്തിയ തട്ടിപ്പിനെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സിലുണ്ട് എത്രയോ ആളുകളെ വെട്ടിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള തട്ടിപ്പുകാർ നടത്തുന്ന ഈ തട്ടിപ്പ് പദ്ധതിയിലേക്ക് അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ദയവ് ചെയ്ത ആളുകൾ കൊണ്ടുപോയി ഇടരുത്. അതുകൊണ്ടാണ് വീണ്ടും ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എത്ര തെറി കിട്ടിയാലും ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ ഇതിനിടയ്ക്ക് പെട്ടുപോകുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്നതിനനുസരിച്ച് ഞാൻ കൊടുക്കും എന്ന് പറയുന്ന കട്ടാന്തങ്ങളാണ്. അതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു. ലാസ്റ്റ് നീയൊക്കെ തന്നെ പെടും, നീയൊക്കെ തന്നെ അലമുറയിട്ട് കാറിക്കൊണ്ട് നടക്കും. പാവങ്ങൾ ഞാൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നടക്കുകയും ചെയ്യും. ഇത് കുറേ നാളായിട്ട് ഷബീന ബീവി എന്ന് പറയുന്ന യൂട്യൂബർ അവരുടെ യൂട്യൂബ് ചാനലിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. കാര്യം അവരും ചീത്ത വിളിക്കുന്നു എന്നുള്ള കാരണം കൊണ്ട് ഇതൊന്നും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് സത്യമല്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ അവരെ വിമർശിച്ചിട്ടും ഉള്ള വ്യക്തിയാണ്. ആ ഒരു വിഷയത്തിൽ വേറൊരാൾക്കെതിരെ വീഡിയോ ചെയ്തതിനാണ് ഞാൻ വിമർശിച്ചത് കേട്ടോ. അതുകൊണ്ടായിരിക്കാം, ആ ഒരു കാരണം കൊണ്ട് തന്നെ ഞാൻ ഇക്കാര്യങ്ങളും ഇത് ചിലപ്പോൾ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ് എന്നാണ് വിചാരിച്ചിരുന്നത്. ഒരുപാട് ആളുകളും അങ്ങനെയായിരിക്കാം തെറ്റിദ്ധരിക്കുന്നത്. ഇവർ തമ്മിലുള്ള എന്തെങ്കിലും വൈരാഗ്യം കൊണ്ട് പറയുന്നതായിരിക്കും. പക്ഷെ സത്യമാണ്, ഇവരൊക്കെ പറഞ്ഞത് അക്ഷരം പ്രതി. എത്രയോ നാളായി ആ സ്ത്രീ ഇതിനു വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നു. ഈ ഒരു കാര്യം ജനങ്ങളെ ബോധിപ്പിക്കാനായിട്ട് ഒരുപാട് കാലമായി ആ സ്ത്രീ കഷ്ടപ്പെടുന്നു. എന്നിട്ടും അത് വിശ്വസിക്കാത്ത ആളുകളാണ് ഇപ്പം ഡ്രസ്സ് മേടിക്കാനായിട്ട് അവർക്ക് പൈസ കൊടുത്തിട്ട് അത് കിട്ടാതെ കിടന്ന് വലയുന്നത്. അതിൻ്റെ കൂടിയാണ് ഇങ്ങനെ ഒരു ചാരിറ്റി തട്ടിപ്പും കൂടെ. അപ്പോൾ ഇതിനകത്തെങ്കിലും
ഇതിനകത്തെങ്കിലും ഒരല്പമെങ്കിലും നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന ക്യാഷ് വെറുതെ നശിപ്പിച്ച് കളയാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്